രാഷ്ട്രീയമാണ് നമ്മൾ സാമുദായിക ബോധത്തോടു കൂടി സംഘടിക്കുന്ന സംഘടനകൾ എന്ന നിലക്ക് വിശിഷ്യ ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന കണക്ക് മുസ്ലിം ലീഗിന്റെ നേരിൽ എന്തെങ്കിലും ഒരു വിമർശനം വരുമ്പോൾ അത് മതത്തെ ആക്രമിക്കുന്നു എന്നല്ല. മതത്തെ ആക്രമിക്കുമ്പോൾ മതത്തെ ആക്രമിക്കുന്നു എന്നും പാർട്ടി ആക്രമിക്കുമ്പോൾ പാർട്ടി ആക്രമിക്കുന്നു എന്നും പറയും. അല്ലാതെ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിൽ വിചിത്രമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം, എന്റെ 2 സഹ പാനലിസ്റ്റുകളും അവരുടെ ആശയധാരയിൽ നിന്ന് മാറിക്കൊണ്ടാണ് പുതിയ കാലത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് BJPയുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് അനൂപ് ആന്റണി സംസാരിച്ചതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നേതാവ് ഗാന്ധിജിയാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പേ ഈ ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേത്, ജർമ്മനി ജർമ്മൻകാരുടേത് എന്ന പോലെ ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് പറയുന്ന മൂഞ്ചയും ഹെഡ് ഗവർണറും എല്ലാവരും നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷത്തിന്റെ കാര്യം പറഞ്ഞു. മാറാട് കലാപത്തിന്റെ സമയത്ത് ഒരുമിച്ച് കൈകോർത്ത് നടന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിയും CPM-ഉം. ശ്രീമാൻ പിണറായി വിജയന്റെ ഒരു വീഡിയോ വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ ഓപ്പൺ ആയിട്ട് പത്രസമ്മേളനത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി കാലങ്ങളായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. കാരണം കേരളം മതരാഷ്ട്രീയത്തിന് പിടിയിൽപ്പെടുന്നുവെന്ന് കേരളത്തിന്റെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ശ്രീമാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ അകറ്റി നിർത്തുകയാണ് ഞങ്ങൾ എന്നുള്ള ഒരു പ്രഹസനവുമായി ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ പ്രഹസനം നടത്തിയാലും മതരാഷ്ട്രത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയം കളിക്കുന്നത് കേരളത്തിന് അപകടമാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്. ശരി, 3 റൗണ്ട് ഇപ്പൊ നമ്മൾ സംസാരിച്ചു. 40 മിനിറ്റ് നേരം ഈ വിഷയത്തിലൊരു സംവാദം നടന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി